ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടേം എക്സാം അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ എൻവിറോൺമെന്റൽ സയൻസ് ആണ്, അഥവാ നമ്മുടെ പരിസര പഠനം, നമ്മുടെ EVS എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. മക്കളെ റെഡി ആണല്ലോ? നമുക്ക് വേഗം നമ്മുടെ എക്സാമിലോട്ട് പോയാലോ മക്കളെ? ഓക്കെ അല്ലേ? നോക്കിക്കേ മക്കളെ, മിസ് എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ എന്തൊക്കെ എഴുതണം? നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കളുടെ പേര്, നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് നിങ്ങളുടെ സ്കൂളിന്റെ പേര്, ഡിവിഷൻ എന്നുള്ള പ്ലേസിൽ മക്കളുടെ ക്ലാസ് ഡിവിഷനും എഴുതണം കേട്ടോ. മലയാളം മീഡിയം കൂട്ടുകാർക്ക് ഇത് മലയാളത്തിലാണ് ഉണ്ടായിരിക്കുക കേട്ടോ. EVS എക്സാം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളും മലയാളം മീഡിയം കൂട്ടുകാർക്ക് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മിസ് ക്ലാസ്സിൽ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. റെഡി അല്ല മക്കളെ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആക്ടിവിറ്റി 1 ഇൻക്ലൂഡ്സ് 2 ക്വസ്റ്റ്യൻസ് 1A 1B. അതായത് മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയുന്നത് ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് A അതുപോലെ തന്നെ B രണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ മക്കൾക്ക് 1A എന്നുള്ള ആൻസർ എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം, 1B എന്നുള്ള സെറ്റ് എഴുതാം. അത് കൂട്ടുകാർ എന്ത് ചെയ്യുക, രണ്ട് സെറ്റും വായിച്ചു നോക്കാം. എന്നിട്ട് കൂട്ടുകാർ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നത് ഏതാന്ന് വെച്ചാൽ അത് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അതായത് ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് മൊത്തം 5 ആക്ടിവിറ്റി ആണ് ഉണ്ടാവുക. പക്ഷെ കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും? 6 ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതിൽ 5 എണ്ണമാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇഷ്ടമുള്ള 5 എണ്ണമല്ല, ഇവിടെ പറയും ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ 1 എയോ അല്ലെങ്കിൽ 1 ബിയോ ചെയ്യുക എന്നുള്ള രീതി നമുക്ക് പ്രത്യേകം പറയും. കൂട്ടുകാർക്കായിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യുക മക്കളെ, ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ആക്ടിവിറ്റി 1A നോക്കാം. എന്താണ്? പ്ലാന്റ്സ് ആൻഡ് പാർട്ട്. അതായത് മക്കളെ, ചെടികളും ഭാഗങ്ങളും എന്നുള്ള പാടാണ് മക്കളെ. ഫസ്റ്റ് തന്നെ വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ക്വസ്റ്റ്യൻ കേട്ടോളൂ. പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ദേ നീഡഡ് ഇൻ സ്റ്റെംസ്. Is this statement true or false? എന്താ മക്കളെ ക്വസ്റ്റ്യൻ? മനസ്സിലായോ? ഒരിക്കൽ കൂടി മിസ് വായിക്കാം. Plants prepare food they need in stems. Is this statement is true or false? അതായത് മക്കളെ, ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നത് തണ്ടിൽ വെച്ചാണ്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? പറഞ്ഞേ മക്കളെ. ചെടിക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം നിർമ്മിക്കുന്നത് അതിന്റെ സ്റ്റെമ്മിൽ വെച്ചിട്ടാണോ, അതിന്റെ തണ്ടിൽ വെച്ചിട്ടാണോ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? യെസ്, നമുക്ക് കണ്ണം പൊട്ടി പറയാം. എന്താണ്? ഫോൾസ് ആണ്, തെറ്റാണ്. നമ്മൾ ചെടിയുടെ അടുക്കള എന്നറിയപ്പെടുന്ന പാർട്ട് തന്നെ ഏതാണ് മക്കളെ? ഏതാണ്? യെസ്, മിസ് ഇവിടെ ജസ്റ്റ് ഡ്രോ ചെയ്ത് കാണിക്കും. ഏതാണ്? മനസ്സിലായോ മക്കൾക്ക്? ഏതാണ്? യെസ്, ലീഫ് ആണ്, ഇലയാണ്. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എങ്കിൽ നമുക്ക് അതിൽ തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. 2 പിക്ചേഴ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പിക്ചർ 1 പിക്ചർ 2 അല്ലേ? ചിത്രം 1 ചിത്രം 2 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. The picture 1 and 2, what changes will occur in Mashitando plants after 2 days? Write the reason. എന്താ മക്കളെ ക്വസ്റ്റ്യൻ? ഇവിടെ 2 ഒരു ബീക്കറിലായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 2 എന്തോ ഒരു ഗ്ലാസിന്റെ ഒരു പാത്രത്തിൽ എന്ത് വെച്ചിട്ടുണ്ട്? 2 മഷിത്തണ്ട് ചെടി വെച്ചിട്ടുണ്ട് അല്ലെ? ആ ചിത്രം നന്നായിട്ട് നോക്കാന്. 2 ദിവസത്തിന് ശേഷം ചിത്രം 1ലെയും ചിത്രം 2ലെയും മഷിത്തണ്ട് ചെടിക്ക് എന്ത് മാറ്റമാണ് എന്ന് വരിക എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ചിത്രം നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ മക്കൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ പിക്ചർ നോക്കിക്കേ മക്കളെ. അവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു പോട്ട് ഉണ്ട്. പോട്ടിൽ എന്തുണ്ട്? ഒരു പ്ലാന്റ് ഉണ്ട്. പക്ഷെ അതിൽ എന്തില്ല മക്കളെ?
വാട്ടർ ഇല്ല അല്ലെ, വാട്ടറിന്റെ പ്രസൻസ് അവിടെ ഇല്ല. പക്ഷെ സെക്കൻഡ് വണ്ണിലോട്ട് നോക്കുമ്പോൾ അവിടെ എന്തുണ്ട് മക്കളെ, വെള്ളമുണ്ട്. ഈ കാര്യം നിങ്ങൾ ആ പിക്ചർ നോക്കി ഐഡന്റിഫൈ ചെയ്താലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്താൻ പറ്റുള്ളൂ. അപ്പൊ മക്കൾ പറഞ്ഞ പിക്ചർ 1 എന്തില്ല, വെള്ളമില്ല. വെള്ളമില്ലാതെ നിൽക്കുന്ന ആ മഷിത്തണ്ട് ചെടിക്ക് 2 ദിവസം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? അത് വാടിപ്പോവില്ലേ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, ഉണങ്ങിപ്പോവും. കാര്യം എന്താണ്, ഒരു പ്ലാന്റിന് സർവൈവ് ചെയ്ത് നിൽക്കണമെങ്കിൽ, ഈ ഒരു മഷിത്തണ്ട് ചെടിക്ക് സർവൈവ് ചെയ്ത് നിൽക്കണമെങ്കിൽ എന്ത് വേണം, വാട്ടർ വേണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, പിക്ചർ 1, ദ പ്ലാന്റ്സ് ഡ്രൈ അപ്പ്, ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് വാട്ടർ സോ ഇറ്റ് കനോട്ട് സ്റ്റാൻഡ്. അതായത് മക്കളെ പിക്ചർ 1 എന്തായാലും മക്കളെ, ചെടി ഉണങ്ങിപ്പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വാടും അല്ലെ. ജലം ലഭിക്കാത്തതിനാൽ അതിന് തളരാതെ നിൽക്കാനായിട്ട് കഴിയില്ല. ഓക്കെ അല്ലേ മക്കളെ? പിക്ചർ 2ലോട്ട് വന്നേ മക്കളെ, പിക്ചർ 2ലോട്ട് വന്നേ. ദ പ്ലാന്റ് സ്റ്റേസ് ഫ്രഷ് ബിക്കോസ് ഇറ്റ് ഗെറ്റ് ഇനഫ് വാട്ടർ. രണ്ടാമത്തെ പ്ലാന്റിലോട്ട് വരുമ്പോ, രണ്ടാമത്തെ പിക്ചറിലോട്ട് വരുമ്പോ ആവശ്യത്തിന് അത് എന്ത് ലഭിക്കുന്നുണ്ട്, വെള്ളം ലഭിക്കുന്നതിനാൽ ചെടി എന്ത് നിൽക്കും മക്കളെ, വാടാതെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യും, അത് സ്റ്റേ ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? അത് നിങ്ങളുടേതായിട്ടുള്ള ടേമിൽ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ചിത്രം നന്നായിട്ട് നോക്കുക, എന്താണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, അതിനനുസരിച്ച് മക്കൾ ആൻസർ ചെയ്യാം. Then അതിൽ തന്നെയുള്ള സി പാർട്ട് നോക്കിക്കേ മക്കളെ. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം ടു ദി പ്ലാന്റ്സ്? എന്താണ് മക്കളെ, അതായത് ചെടികൾക്ക് വേര്, തണ്ട് എന്നിവ കൊണ്ടുള്ള പ്രയോജനങ്ങള്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാ എന്നതാ ചോദിച്ചത്. റൂട്ടിനെ കൊണ്ട് കുറെ പ്രയോജനങ്ങൾ ഇല്ലേ മക്കളെ, അതുപോലെ തന്നെ സ്റ്റെമ്മിനെ കൊണ്ട്, തണ്ടിനെ കൊണ്ടും കുറെ പ്രയോജനങ്ങളുണ്ട്. എന്തൊക്കെയാണ് അവ എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, റൂട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്, ഫിക്സസ് ദി പ്ലാന്റ്സ് ഫേംലി ഇൻ ദി സോയിൽ. അത് എന്ത് ചെയ്യും മക്കളെ, ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തും. ഹെൽപ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. അത് എന്തിനു കൂടി സഹായിക്കുന്നുണ്ട്, നമ്മുടെ സോയിൽ നിന്ന് വാട്ടറും അതുപോലെ തന്നെ മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട്, മണ്ണിൽ നിന്ന് ജലവും അതുപോലെ തന്നെ വളവും ഒക്കെ എന്ത് ചെയ്യാനായിട്ട്, വലിച്ചെടുക്കാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, റൂട്ട് സഹായിക്കുന്നുണ്ട്, വേര് സഹായിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ മക്കളെ എന്താണ്, അത് ആരെ മണ്ണില് സോയില് ഫിക്സ് ചെയ്ത് വെക്കും, പ്ലാന്റിനെ സോയില് ഫിക്സ് ചെയ്ത് വെക്കും. അത് ആരുടെ ഡ്യൂട്ടിയാണ്, റൂട്ടിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ എന്തിന് ഹെൽപ്പ് ചെയ്യും, ഹെൽപ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. ആ ടേം അതേപോലെ തന്നെ പഠിച്ചോട്ടോ, ഹെൽപ് ടു അബ്സോർബ്. അബ്സോർബ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, വലിച്ചെടുക്കുക. എന്തിനെ വലിച്ചെടുക്കുക, വാട്ടർ ആൻഡ് മിനറൽസ്, അതായത് ജലത്തെയും അതുപോലെ തന്നെ വളത്തെയും മിനറൽസിനെയും ഒക്കെ എന്ത് ചെയ്യും, ഇത് അബ്സോർബ് ചെയ്തെടുക്കും, വലിച്ചെടുക്കും. ആര് മക്കളെ, നമ്മുടെ റൂട്ട്. ക്ലിയർ ആയിട്ടുണ്ടോ, ക്ലിയർ ആയിട്ടുണ്ടോ? എങ്കിൽ അടുത്ത നമുക്ക് എന്ത് എഴുതണം മക്കളെ, സ്റ്റെമ്മിന്റെ എഴുതണല്ലേ. സ്റ്റെമ്മിന്റെ എന്താണ് മക്കളെ, നമ്മുടെ റൂട്ട് എന്ത് ചെയ്യും, ഈ ഒരു വാട്ടറിനെയും അതുപോലെ തന്നെ മിനറൽസ് അബ്സോർബ് ചെയ്തെടുക്കും. ഇതാരാണ് മക്കളെ, നമ്മുടെ പ്ലാന്റിന്റെ മറ്റ് പാർട്ടിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടി ആർക്കാണ്, യെസ് ആർക്കാണ്, സ്റ്റെം ആണ്. ക്യാരീസ് വാട്ടർ അബ്സോർബ്ഡ് ബൈ ദി റൂട്ട്സ് ടു ദി ലീവ്സ്. അതായത് മക്കളെ, വേര് വലിച്ചെടുക്കുന്ന വെള്ളം ഇലകളിൽ എത്തിക്കുന്നത്, അതായത് ചെടിയുടെ മറ്റ് പാർട്ടിലേക്കൊക്കെ എത്തിക്കുന്ന ഡ്യൂട്ടി ആർക്കാണ്, നമ്മുടെ സ്റ്റെമ്മിനാണ്, നമ്മുടെ തണ്ടിനാണ്. അതുപോലെ തന്നെ മക്കളെ, ഹോൾഡ് ദി ലീവ്സ് സ്പ്രെഡ് ഔട്ട്, അതായത് ഇലകളൊക്കെ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നത് എവിടെയാ മക്കളെ, ഇലകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്റ്റെമ്മിന്റെ മുകളിലാണ്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ലീഫിന്റെയും ഒക്കെ ഓരോരോ സവിശേഷതകൾ എന്താ എന്നുള്ളത് മക്കള് മനസ്സിലാക്കി വെച്ചു പോകും. അവരുടെ ഓരോന്നിന്റെയും ധർമ്മം എന്താ എന്നുള്ളത് ക്ലിയർ ആയത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇനി ആക്ടിവിറ്റി 1B നമുക്ക് നോക്കാം. ലീവ്സ്, ഫ്ലവേഴ്സ്, അതായത് ഇലകൾ, പൂക്കൾ എന്നതാണ്. നമുക്ക് അവിടെ കുറെ ലീവ്സിന്റെ, ഇലകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഒബ്സർവ് ദി ലീവ്സ് ഗിവൺ എബോ ആൻഡ് നോട്ട് ദ പെക്യുലാരിറ്റീസ്. എന്താ മക്കളെ ക്വസ്റ്റ്യന്, മുകളിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇലകൾ നിരീക്ഷിച്ച് അവയുടെ പെക്യുലാരിറ്റീസ്, സവിശേഷതകൾ കുറിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നന്നായിട്ട് ഒബ്സർവ് ചെയ്തേ. ആ ഒരു ലീവ്സ് എല്ലാം ഒരേ ഷേപ്സ് ആണോ, അല്ല പല ഷേപ്സിലുണ്ട്, പല വലുപ്പത്തിലൊക്കെയാണ് ഇലകൾ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ പെക്യുലാരിറ്റീസ്, സവിശേഷതകൾ എഴുതാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം, ഫസ്റ്റ് വൺ തന്നെ, ലീവ്സ് ആർ ഓഫ് ഡിഫറെന്റ് ഷേപ്സ്. അതായത് മക്കളെ, ഓരോ ഇലകൾക്കും വ്യത്യസ്ത ആകൃതിയാണ്, വ്യത്യസ്ത രൂപമാണുള്ളത്. അല്ലേ മക്കളെ? ഈ ഒരു ലീഫിന്റെ ഷേപ്പ് ആണോ ഈ ഒരു ലീഫിനുള്ളത്? അല്ല, ഓരോന്നിന്റെയും ഷേപ്സ് എന്താണ്, ഡിഫറെന്റ് ആണ്. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, ലീവ്സ് ആർ ഓഫ് ഡിഫറെന്റ് സൈഡ്സ് അല്ലെ. അതായത് മക്കളെ, പലതരത്തിലുള്ള, അതായത് ചെറിയ ഇലകളുണ്ട്, വലിയ ഇലകളുണ്ട് അല്ലെ. ഈ ഇലയുടെ അതേ വലുപ്പമാണോ ഇത്? അല്ല. അപ്പൊ അതിന്റെ സൈസിലും എന്തുണ്ട് മക്കളെ, വ്യത്യാസമുണ്ട്. ദെൻ അടുത്ത നോക്കിക്കേ,
Some leaves have smooth edges while others are rough or zigzag edges. Zigzag എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അതായത് മക്കളെ ചില ഇലകളുടെ ഈ ഒരു അരികെന്ന് പറയുന്നത് എന്താ മക്കളെ നല്ല മിനുസുള്ളതാണ്. പക്ഷെ ചിലതിൻ്റെതൊക്കെ ഇങ്ങനെ മക്കളെ ഒരു സിക്സാഗ് എഡ്ജ് ആണല്ലോ, അല്ലെങ്കിൽ ഒരു റഫ് ആയിട്ടുള്ള എഡ്ജാണ്. ഇങ്ങനെ 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 നിൽക്കുന്ന എഡ്ജാണ് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത നോക്കിക്കേ മക്കളെ, സം ആർ സിംഗിൾ ലീവ്സ് while others grow as group of leaflets. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ചില നോക്കിക്കേ, ചിലത് എന്താണ് ഒരൊറ്റ ഇലയായിട്ട് അങ്ങനെ നിൽക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് ചില ചെടികളിലൊക്കെ ഒരു തണ്ടിൽ ഒരു ഇല എന്നുള്ള രീതിയിൽ നിൽക്കൂലേ, പക്ഷെ ചിലതിലാവുമ്പോ എന്താവും അതങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് കൂട്ടമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതൊക്കെയാണ് മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ, അവയുടെ പെക്യുലാരിറ്റീസ് എഴുതേണ്ടത്. അപ്പൊ അവരുടെ സൈസ് എഴുതുക. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ അവരുടെ സൈസ് ചെയ്ത് അതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കിയേ, പുട്ട് ക്രോസ് അഗേൻസ്റ്റ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. അതായത് മക്കളെ ചുവടെ നൽകിയിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്, അതിന് കണ്ടെഴുതിട്ട് ക്രോസ് മാർക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കാം. നോക്കിക്കേ, ഫ്ലവേഴ്സ് ആർ ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. പൂക്കൾ പല നിറത്തിലുണ്ട്. ഉണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് അങ്ങ് ടിക്ക് ഇട്ടോളൂ കേട്ടോ. ദെൻ അടുത്ത് നോക്കിക്കേ, ഓൾ പ്ലാന്റ്സ് ബ്ലൂം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എല്ലാ ചെടികളും എന്ത് ചെയ്യുന്നുണ്ട്? പൂക്കുന്നുണ്ട്. എല്ലാ ചെടികളും പൂക്കോ മക്കളെ? ഇല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത നോക്കിക്കേ മക്കളെ, ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ് ഹാവ് ഫ്രാഗ്രൻസ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അതായത് മക്കളെ രാത്രിയിൽ വിടുന്ന പൂക്കൾക്ക് നല്ല മണമുണ്ട്. ഒന്ന് ഓർത്താ മതി മക്കളെ, ഏതാ നമ്മുടെ മുല്ലപ്പൂ രാത്രിയിലാണ് വിടരുക അല്ലെ, വെള്ള നിറത്തിലുള്ള മുല്ലപ്പൂ, നല്ല സ്മെല്ലല്ലേ മക്കളെ? അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കേ, ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കെയിം ഫ്രൂട്ട്. അതായത് എല്ലാ പൂക്കളും കായയായിട്ട് മാറുന്നില്ല. കറക്റ്റ് ആണോ മക്കളെ? യെസ്, കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏത് മാത്രമേ തെറ്റുള്ളൂ, റോങ് ആയിട്ട് വരുന്നുള്ളൂ? സെക്കൻഡ് വൺ ആണ്, ഓൾ പ്ലാന്റ്സ് ബ്ലൂം. എല്ലാ ചെടികളും എന്ത് ചെയ്യും? പൂക്കുന്നു. ഇതാണ് എന്ത്? റോങ് സ്റ്റേറ്റ്മെന്റ്. അതിന് മക്കൾ എന്ത് ചെയ്യുക? ക്രോസ് മാർക്ക് ഇടാം. ക്ലിയർ അല്ലേ മക്കളെ? ഈസി ആണല്ലോ. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, റൈറ്റ് ദി ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്. അതായത് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതാനാ പറഞ്ഞത്. എന്തൊക്കെയാ മക്കളെ പൂക്കൾ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്? ഫസ്റ്റ് തിങ് എന്താണ്? നെക്ടർ ഫോർ ഇൻസെക്ട്. അതായത് പൂമ്പാറ്റകൾക്ക് ഇല്ലേ, പൂമ്പാറ്റ പോലുള്ള ചെറിയ ജീവികൾക്ക് എന്ത് കിട്ടും? നെക്ടർ കിട്ടും. നെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? തേനിനെയാണ് എന്തെന്ന് പറയുന്നത്? നെക്ടർ എന്ന് പറയുന്നത്. NECTAR. നെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? തേനിനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്ത നോക്കിക്കേ, പ്രൊഡക്ഷൻ ഓഫ് സീഡ്സിൽ. അതായത് പുതിയ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. പൂക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ചെടികൾക്കായിട്ടുള്ള വിത്തുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ യൂസ്ഡ് ഫോർ ഡെക്കറേഷൻ അല്ലെ, നമ്മൾ അലങ്കാരത്തിനൊക്കെ ആയിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഫ്ലവേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മേക്കിംഗ് പെർഫ്യൂംസ് അല്ലെ, നമ്മൾ സുഗന്ധദ്രവ്യങ്ങള് പെർഫ്യൂംസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് മക്കളെ? ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഫ്ലവേഴ്സിന്റെ ബെനിഫിറ്റ്സ് ചോദിച്ചാൽ മക്കൾ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? നമുക്ക് ആക്ടിവിറ്റി 2 പോവാം മക്കളെ. റെയിൻ റെയിൻ റെയിൻ. മഴ 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 എന്നതാണ് അല്ലെ. അവിടെ നമുക്ക് നോക്കിക്കേ, നമുക്ക് കുറച്ച് ഒരു ന്യൂസ് പേപ്പറിന്റെ കട്ടിങ്സ് പോലെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ചാൻസ് ഫോർ ഹെവി റെയിൻസ് ഇൻ ദി സ്റ്റേറ്റ്. അതായത് മക്കളെ സംസ്ഥാനത്ത് എന്താണ്? ഇന്നും കടുത്ത മഴയ്ക്കുള്ള സാധ്യത എന്ന് പറയാണ് അല്ലെ. പിന്നെ എന്താ പറയുന്നത്? ചേഞ്ച് ഇൻ റെയിൻ അലേർട്ട്, യെല്ലോ അലേർട്ട് ഇൻ എറണാകുളം ഇടുക്കി ഡിസ്ട്രിക്റ്റ് അല്ലെ. എറണാകുളം ഇടുക്കി ഡിസ്ട്രിക്റ്റിലൊക്കെ എന്താണ്? യെല്ലോ അലേർട്ട് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? Wow, a relief from the heat. Rain again in Kerala, alert in 7 districts. ചൂടിന് എന്താണ്? ആശ്വാസമാണല്ലേ. കേരളത്തിൽ വീണ്ടും എന്താണ്? മഴയാണ്. അതുപോലെ തന്നെ കുറെ ജില്ലകൾക്ക് എന്താണ്? മുന്നറിയിപ്പ് കിട്ടി എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? നെയിം ദി ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ റെയിൻഫാൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതായത് മഴയുടെ അളവ് കണക്കാക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? വേഗം പറഞ്ഞ മക്കളെ, ഏതാണ്? യെസ്, നമ്മുടെ റെയിൻ ഗേജ് ആണ്, മഴമാപിനിയാണ് അല്ലെ മക്കളെ. നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണല്ലേ. അപ്പൊ മഴയുടെ അളവ് കണക്കാക്കുന്ന ഉപകരണമാണ് മക്കളെ ഇത് റെയിൻ ഗേജ് എന്ന് പറയുന്നത്, അഥവാ മഴമാപിനി എന്ന് പറയുന്നത്. ഓക്കെ അല്ല മക്കളെ? ഇനി അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹെൽപ് എക്സ്പ്ലെയിൻ ദി മെത്തേഡ് ഓഫ് മേക്കിംഗ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസിംഗ് ദി മെറ്റീരിയൽസ് അവൈലബിൾ അറ്റ് ഹോം ടു മെഷർ ദി എമൗണ്ട് ഓഫ് റെയിൻഫാൾ ദാറ്റ് യു റിസീവ്. എന്താ മക്കളെ ക്വസ്റ്റ്യന്? അതായത് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് കണ്ടെത്തുന്നതിനായിട്ട് വീട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ്? മഴ അളക്കുന്ന ഒരു ഉപകരണം നിർമ്മിക്കുന്ന രീതി എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. നമ്മള് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? മക്കൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ? നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ?
ഇങ്ങനെ ബോട്ടിലെല്ലാം മുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള മെത്തേഡാണ് മക്കളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമ്മൾ അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? ടേക്ക് എ ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ ആൻഡ് കട്ട് ഓഫ് ഇറ്റ്സ് ടോപ്പ് ഫണൽ ഷേപ്ഡ് പാർട്ട്. എന്താ മക്കളെ പറഞ്ഞത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിന്റെ മുകൾ ഭാഗം എന്ത് ചെയ്യണം? നമ്മൾ മുറിച്ചെടുക്കാണ് വേണ്ടത് അല്ലെ. Turn the cut portion upside down and place it inside the bottle like a funnel. അതായത് മക്കളെ, നമ്മൾ മുറിച്ചെടുത്തുള്ള ഭാഗം എന്ത് ചെയ്യണം? തല കീഴായിട്ട് കുപ്പിക്കുള്ളിലേക്ക് ഒരു ഫണൽ പോലെ ഇറക്കി വെക്കണം അല്ലെ. നമ്മുടെ കുപ്പി ഇതാണെന്ന് അസ്യൂം ചെയ്യാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമുള്ളതാ പറഞ്ഞത്. എന്നിട്ട് കട്ട് ചെയ്ത ആ പോർഷൻ എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു ഫണൽ ഷേപ്പിൽ എന്ത് ചെയ്യുക? അതിന്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ളത്തിന്റെ അളവ് അളക്കുന്നതിനായിട്ട് കുപ്പിയുടെ ഒരു വശത്ത് എന്ത് ചെയ്യണം മക്കളെ? ഒരു സ്കെയില് കൂടി പതിപ്പിക്കണം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായി? എന്നിട്ട് എന്ത് ചെയ്യാം? മഴ പെയ്യുന്ന സ്ഥലത്ത് അത് അങ്ങനെ കൊണ്ടുവെക്കുക അല്ലെ. ഓക്കെ, എന്നിട്ട് അതിലേക്ക് എത്രത്തോളമാണ് റെയിൻ വീഴുന്നത് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നോക്കിക്കേ, അറ്റാച്ച് എ മെഷറിംഗ് സ്കെയിൽ ഓൺ ദി സൈഡ് ഓഫ് ദി ബോട്ടിൽ ടു മാർക്ക് ദി റെയിൻഫാൾ ലെവൽ. അതായത് വെള്ളത്തിന്റെ അളവ് അളക്കുന്നതിനായിട്ട് കുപ്പിയുടെ വശത്ത് ഒരു സ്കെയിൽ എന്ത് ചെയ്യാൻ നമ്മൾ പതിപ്പിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത് മക്കളെ? റെയിൻ ഗേജ് അഥവാ മഴമാപിനി ഉണ്ടാക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വാട്ട് ചേഞ്ചസ് occur in our surroundings after a rain? എല്ലാ കൂട്ടുകാർക്കും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്താണ്? മഴയ്ക്ക് ശേഷം നമ്മുടെ പരിസരത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളാ ചോദിച്ചിട്ടുള്ളത്. എന്താ മക്കളെ? സോയിൽ ഗെറ്റ് വെറ്റ് അല്ലേ, മണ്ണൊക്കെ എന്ത് ചെയ്യും? നന്നായിട്ട് നനയും. അതുപോലെ തന്നെ വാട്ടർ ലെവൽസ് ഇൻ വെൽസ് ആൻഡ് പോണ്ട് റൈസ്. അതായത് കിണറിലും കുളത്തിലൊക്കെയുള്ള വാട്ടർ ലെവൽ എന്ത് ചെയ്യും മക്കളെ? ഇൻക്രീസ് ആവും അല്ലെ. സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് ഓവർഫ്ലോ. നമ്മുടെ നീർച്ചാലുകളും പുഴകളൊക്കെ എന്ത് ചെയ്യും മക്കളെ? കര കവിഞ്ഞ് ഒഴുകാനായിട്ട് തുടങ്ങും. നോക്കിക്കേ, ദ അറ്റ്മോസ്ഫിയർ ബിക്കം കൂൾ. നമ്മുടെ ചുറ്റുപാടിന് എന്ത് കിട്ടും മക്കളെ? നല്ല തണുപ്പ് അനുഭവപ്പെടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് മക്കളെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമുക്ക് ആക്ടിവിറ്റി 3 പോയാലോ? ക്രീച്ചേഴ്സ് ഫീച്ചേഴ്സ് എന്താണ്? ക്വസ്റ്റ്യൻ ഇതാ മക്കളെ. What are the body features of herbivores and carnivores? എന്താ മക്കളെ ക്വസ്റ്റ്യന്? സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും ശാരീരിക സവിശേഷതകൾ ഏതൊക്കെയാണെന്ന്. വെരി വെരി സിമ്പിൾ മക്കളെ. ഫസ്റ്റ് വണ്ണിൽ ഹെർബിവോഴ്സ് സസ്യാഹാരികളാണ് എഴുതേണ്ടത്. ദെൻ കാർണിവോഴ്സില് മാംസാഹാരികളാണ് എഴുതേണ്ടത്. നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം മക്കളെ? നോക്കിക്കേ, ഹെർബിവോഴ്സില് ഗോഡ്സ്, കൗസ്, ഡീർ എക്സെട്ര ഹാവ് ഫ്ലാറ്റ് ടീത്ത് അല്ലെ. അതായത് മക്കളെ പശു, മാന്, ആട് എന്നിവയ്ക്ക് എന്തുണ്ട്? നല്ല പരന്ന പല്ലുകളാണുള്ളത് അല്ലെ. ആയിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. ഓക്കെ മക്കളെ, ഇതെന്ന് നോക്കിക്കേ. Horse, cows, goats, deer, etc. have had and flat hooves അല്ലെ. അതായത് മക്കളെ കുതിര, പശു, ആട്, മാൻ എന്നിവയ്ക്കൊക്കെ കട്ടിയുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള കുളമ്പുകൾ ഉണ്ട്. ഓക്കെ അല്ല മക്കളെ? ഇനി അടുത്തത് ഏതാണ്? കാർണിവോഴ്സ് ആണ് അല്ലെ. നോക്കിക്കേ, ആനിമൽസ് ലൈക്ക് ലയൺ, ടൈഗേഴ്സ് ഹാവ് ലോങ് ഷാർപ്പ് ടീത്ത് അല്ലെ. നോക്കിക്കേ മക്കളെ, സിംഹം, കടുവ പോലുള്ള ജീവികൾക്ക് നീണ്ട കൂർത്ത പല്ലുകള് ആണുള്ളത് അല്ലെ. ഓക്കെ മക്കളെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്താണ്? ബേർഡ്സ് ലൈക്ക് ഈഗിൾസ്, വൾച്ചർ, വുഡ്പെക്കർ എക്സെട്ര ആൻഡ് ആനിമൽസ് ലൈക്ക് ടൈഗർ, ലയൺ ഹാവ് ലോങ് ഷാർപ്പ് ക്ലോസ് ഇല്ല. അതായത് മക്കളെ പരുന്ത്, കഴുകൻ, മരംകൊത്തി തുടങ്ങിയിട്ടുള്ള പക്ഷികൾക്കും കടുവ, സിംഹം തുടങ്ങിയിട്ടുള്ള ജീവികൾക്കൊക്കെ എന്താണ്? നീണ്ട കൂർത്ത നഖങ്ങളുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത പോയിന്റ് നോക്കിക്കേ. നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താനും കീറി മുറിക്കാനും ഒക്കെയാണ് അവ ഉപയോഗിക്കുന്നത് അല്ലെ. ക്ലോത്ത്സ് are used for capturing and tearing prey.
ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അപ്പൊ ഹെർബിവോഴ്സും കാർബിവോഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലേക്ക് ഉൾപ്പെടുത്താവുന്ന എക്സാമ്പിൾ കൂടി മക്കൾ നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ല മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. The body feature of two creatures based on how they catch their prey are given below. Identify the creatures and write their names. അതായത് മക്കളെ, ഇര തേടുന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ജീവികളുടെ ശാരീരിക സവിശേഷതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ജീവികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഫ്ലാറ്റ് ബീക്ക് ഹെൽപ് ടു ഹോൾഡ് ഫിഷ് ഇൻ ദ മൗത്ത്. അതായത് മക്കളെ, പരന്ന ചുണ്ടുകളൊക്കെ മീനിനെ എന്തൊക്കെ സഹായിക്കുന്നുണ്ട്? വായിലാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ദെൻ അടുത്തത് എന്താണ്? ദേ യൂസ് ദ റാപ്പിഡ് സ്റ്റിക്കി ടങ് ടു ക്യാച്ച് ദ പ്രേ. അതായത് മക്കളെ, എന്താ പറഞ്ഞിട്ടുള്ളത്? അതിവേഗം പുറത്തേക്ക് നീട്ടാവുന്ന പശിമയാന്നുള്ള നാക്കില് ഇരയെ എന്ത് ചെയ്യുന്നു? പിടികൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? ആരാണ് മക്കളെ അത്? ആരാണ് അത് ചെയ്യുന്നത്? യെസ്, നമുക്ക് ആദ്യ ആൻസർ പറയാം. പറഞ്ഞ മക്കളെ, ആരാണ്? നമ്മുടെ ഫിഷിനെയൊക്കെ അവരുടെ മൗത്തില് നന്നായിട്ട് വെക്കാനായിട്ട് പറ്റുന്ന, വായ്ക്കുള്ളിലാക്കാൻ പറ്റുന്ന ആൾ ആരാ മക്കളെ ഉള്ളത്? യെസ്, നമ്മുടെ പൊന്മാൻ ഉണ്ട് അല്ലെ? ആരാണ്? നമ്മുടെ പൊന്മാൻ, അഥവാ നമ്മുടെ കിങ് ഫിഷർ എന്ന് പറയും. അതേപോലെ സെക്കൻഡ് വൺ നോക്കിക്കേ. ദേ യൂസ് ആസ് റാപ്പിഡ് സ്റ്റിക്കി ടങ് ടു ക്യാച്ച് പ്രേ. ടു ക്യാച്ച് ദ പ്രേ. അതായത് നമുക്ക് അതിവേഗം പുറത്തേക്ക് നീട്ടാവുന്ന നാവുകളും പശിമയാന്ന് നക്കിയാൽ ഇരയെ എന്ത് ചെയ്യുന്നു? അതിൽ കുടുക്കാണല്ലോ. അത് ആരാണ് മക്കളെ? നമ്മുടെ ഫ്രോഗും അതുപോലെ തന്നെ കിങ് ഫിഷറും ആണ് അല്ലെ? ക്ലിയർ അല്ലേ മക്കളെ? തവളയും പൊന്മാനും ആണ്. അപ്പൊ അതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 വീഡിയോ നമ്മുടെ ആപ്പിലേക്ക് ഉടൻ തന്നെ മിസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.